എൻ്റെ ദൈവമേ, ഇത് ഞാൻ എങ്ങനെ അവളോട് പറയുന്നു ഈശ്വര? പറയാതിരിക്കുന്ന എങ്ങനെയാ, പറയുന്നത് എങ്ങനെയാ? ഞാൻ എങ്ങനെ ഇത് പറയുന്നു? കഷ്ടമായില്ലേ, എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും ഞാൻ അവളോട്? ഇത് എന്നാ ചേച്ചി എന്നെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നേ? ഞാൻ വിഷമിച്ച് നീ വന്ന് നിൽക്കുന്നത് എങ്ങനെ ഞാൻ നിന്നോട് പറയുന്നു കൊച്ചേ? അയ്യോ, എന്താ ചേച്ചി, എന്തു പറ്റി? പറയാതിരിക്കാനും പറ്റുകയല്ലോ. അത് പറ ചേച്ചി, എന്നാന്ന് വെച്ചാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കില്ലേ? നിന്റെ കുഞ്ഞമ്മയില്ലേ? ആ, എൻ്റെ കുഞ്ഞമ്മയുണ്ട്. അതിനെന്താ? ആ, ഒന്ന് പറയണ്ട പൊന്നി ചേച്ചി, മനുഷ്യന് എന്താ പറ്റിയ? എൻ്റെ കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ? ആ, പറയാ. നിന്റെ കുഞ്ഞമ്മയ്ക്ക് തലവേദനയാടി. ഓയ്യോ, എൻ്റെ ദൈവമേ, ഇതാണോ ചേച്ചി ഇത്ര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പറഞ്ഞത്? ഇത് പറയാതിരിക്കാൻ പറ്റുമോ? നിന്റെ ഒരു തലവേദനയായത് ഇത്ര വലിയ സംഭവമാണോ? തലവേദനയാകുന്ന ഇത്ര വലിയ സംഭവം അല്ല. സംഭവം ആകുന്ന തലവേദനകളും ഉണ്ട്. ആ, ഉണ്ട്, ആയിക്കോട്ടെ, മതി പറഞ്ഞത്. മനുഷ്യൻ ഇങ്ങനല്ല ഒരു കാര്യം മനുഷ്യനോട് എടുത്തടിച്ചങ്ങ് പറയുന്നത്. ഇത് വെറും നിസ്സാര കാര്യം, ഒരു തലവേദന എന്നൊക്കെ പറഞ്ഞ അത് നിന്റെ കുഞ്ഞമ്മയ്ക്ക് തലവേദനയാട്ടോ എന്നേ പറയാവുള്ളൂ. ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ച് ചങ്കിടിപ്പിക്കുന്നതായിട്ടൊന്നും പറയരുത് കേട്ടോ ഇനി മേലാല്. ആ, ആ, എന്നാ ഗീതയ്ക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ. വല്ല ലോട്ടറി അടിച്ചോ? എന്തു പറ്റി? ലോട്ടറി അടിച്ചു. ലോട്ടറി അടിച്ച വാർത്ത. ആ, പറ, സന്തോഷമല്ലേ ഏതായാലും. നിന്റെ കുഞ്ഞമ്മയില്ലേ? ആ, എൻ്റെ കുഞ്ഞമ്മയുണ്ട്. ആ, ഉണ്ട്. അതിനെന്താ? ആ കുഞ്ഞമ്മ മരിച്ചടി. അയ്യോ, എന്റെ ദൈവമേ, നേര് പറയുക, ആ കുഞ്ഞമ്മ ചത്തു. ഈശ്വരാ, എൻ്റെ കുഞ്ഞമ്മ പോയി. എന്നതാ എൻ്റെ പൊന്നിയേച്ചി, നിങ്ങൾ എന്നിട്ടാണോ ഈ സന്തോഷിച്ചു വന്ന് പറഞ്ഞത്? തലവേദന വന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. അയ്യോ, എൻ്റെ കുഞ്ഞമ്മ പോയേ. തലവേദനയാന്ന് കേട്ടത് തന്നെ. അതിനാ എനിക്ക് അങ്ങ് വിഷമം കയറി പോയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. അയ്യോ, എന്റെ ദൈവമേ ചേച്ചി, എന്റെ ഓ, സമ്മതിച്ചു ചേച്ചിയുടെ അവകാശം. ആ, മൂർച്ച